കൊല്ലം കുളപ്പാടം മുടിച്ചിറയിൽ അതിഥി തൊഴിലാളിയെ സുഹൃത്തുക്കൾ കഴുത്തറുത്ത് കൊന്ന് കുഴിച്ചുമൂടി. ബംഗാൾ സ്വദേശികളായ 2 പേർ പോലീസിന്റെ പിടിയിലായി. വികാസ്, അൻവർ എന്നിവരാണ് പിടിയിലായത്. മൃതദേഹം ഇന്നലെ രാത്രി തന്നെ പുറത്തെടുത്തിരുന്നു. കൊല്ലപ്പെട്ട ബംഗാൾ സ്വദേശി അൽത്താഫ് മിയ ചീട്ട് കളിച്ച് നേടിയ പണം കൈക്കലാക്കാൻ വേണ്ടിയാണ് കൊല നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കൊലപാതകം നടന്നത്. അൽത്താഫിനെ കാണാതായതോടെ സുഹൃത്തുക്കൾ കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകി. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാളായ അൻവർ പഞ്ചായത്ത് മെമ്പറെ സമീപിച്ചു. പഞ്ചായത്ത് മെമ്പർ പോലീസിനെ വിവരമറിയിച്ച പ്രതിയെ പിടികൂടി. ഒരു പൊറോട്ട കടയിൽ നിൽക്കുന്ന ഒരു ബംഗാളി പയ്യൻ അവിടെയുള്ള ഒരു സുഹൃത്ത് വഴിയിൽ എൻ്റെ അടുത്ത് വരികയും ഞങ്ങൾക്കൊരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. അങ്ങനെ അവനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ മിക്ക ഞായറാഴ്ചകളിലും ഈ ഒഴിവ് സമയങ്ങളിൽ ഇവർ ഇതുപോലെ ചീട്ടുകൾ കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നതാണ്. അതിന് കഴിഞ്ഞ ശേഷം രാത്രി ഇവർ ഒരുമിച്ച് പോയതിനു ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. പണം കൈക്കലാക്കിയ ശേഷം വികാസ് അൽത്താഫിനെ കൊല്ലാൻ പദ്ധതിയിടുകയായിരുന്നു. അൻവറിനെയും ഒപ്പം ചേർത്തു. അൻവർ അൽത്താഫിൻ്റെ കൈ രണ്ടും പിന്നിലേക്ക് വലിച്ചു പിടിച്ചു. വികാസാണ് ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്തത്. കൊല നടത്തിയ ശേഷം തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ മൃതദേഹം കുഴിച്ചു മൂടി. അവർ സുഹൃത്തുക്കളായിരുന്നു. അവർ തമ്മിൽ ചീട്ട് കളിച്ചു. അതിനുശേഷമുള്ള തർക്കങ്ങളാണ് വഴിവെച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അൽത്താഫ് മിയ എന്ന് പറയുന്ന ആളെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ചിരുന്നു. പോലീസ് അന്നേരം തന്നെ അത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ പറയുന്ന പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. മൃതദേഹം കുഴിച്ചു മൂടിയ ശേഷം അൻവറിന് 5000 രൂപ നൽകി. ബാക്കി പണം വികാസാണ് കയ്യിൽ വെച്ചത്. കലക്ടറുടെ ഉത്തരവ് ലഭിച്ച ശേഷം ഇന്നലെ രാത്രി 10:30 മൃതദേഹം പുറത്തെടുത്തു. കൈകൾ രണ്ടും ബന്ധിച്ച് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇതിനിടെ പിടിയിലായ വികാസിൽ നിന്ന് 30,000 രൂപ പോലീസ് കണ്ടെടുത്തു. പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് അയച്ചു. അൽത്താഫിന്റെ ബന്ധുക്കൾ ആരും തന്നെ കേരളത്തിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.